നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ജിത്തു. കണ്ണുകളടച്ച് കിടക്കുന്നല്ലാതെ അവനിൽ നിന്നൊരു ഉത്തരം വരുന്നില്ലെന്ന് കണ്ടതും അവൻ വിളിച്ചു. നോക്കി നിൽക്കാതെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോടാ. കറങ്ങിച്ചു വന്ന മിഴികളോടെ അവനെ നോക്കി ജിത്തു പറഞ്ഞു. അവന്റെ ഇങ്ങനെ ഒരു ഭാവി ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാവാം അത് അവനെ ഒന്ന് പൊള്ളിച്ചു. നാളിത്രയായിട്ടും അവന്റെ മുഖം ഇതുപോലെ ദയനീയമായി താൻ കണ്ടിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദനയേക്കാൾ ആ കണ്ണുകളിൽ കാണുന്നത് പെറ്റമ്മയുടെ വാക്കുകൾ സമ്മാനിച്ച വേദനയാണ്. എന്റെ കൂടെ വന്നാ ഇനി ഒരിക്കലും നിനക്ക് ഇവിടേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. വേണ്ടടാ, ഞാൻ പറയുന്ന പോലെ ഇനി മുന്നോട്ട് ജീവിക്കേണ്ടി വരും. എല്ലാം സുഖമായി കഴിയുമ്പോൾ ഒരിക്കലും നിന്റെ പഴയകാല ജീവിതത്തിലേക്ക് വെറുതെ പോലൊരു എത്തിനോട്ടം നീ ആഗ്രഹിക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിനക്കെന്റെ കൂടെ വരാം. അവൻ അറുത്തുമുറിച്ച് പറഞ്ഞു. ആ ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കാനും മാത്രം ഇന്ന് എനിക്ക് മുന്നിൽ ഒരു കാരണങ്ങളുമില്ല. ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. അതുകൊണ്ട് ഇനി ഇവിടേക്ക് എനിക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അവന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ജിത്തു. നന്ദയിൽ നുരഞ്ഞു വന്നെന്ന ദേഷ്യം അടക്കാൻ കഴിയാതെ അവനെ വിളിച്ചു. ഇത്രകാലം നിങ്ങൾ തെളിയിച്ച വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചില്ലേ അമ്മ. ഇനിയുള്ള കുറച്ചു കാലം ഞാൻ വേറെ വഴിയൊന്ന് സഞ്ചരിച്ചു നോക്കട്ടെ. ജാനകിയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തന്നെ കണ്ണുകളടച്ചു. ഞാൻ പോയി വണ്ടി റെഡിയാക്കിയിട്ട് വരാം. ജിത്തുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. ജിത്തുവിന്റെ ആ വാക്കുകൾ നന്ദിയിൽ ചെറിയ രീതിയിലൊന്നുമല്ല ഞെട്ടൽ സൃഷ്ടിച്ച്. അവന്റെ ഈ മാറ്റം അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തന്റെ ജീവിതം തകർത്തവർക്ക് നേരെ പ്രയോഗിക്കാൻ വേണ്ടി നാളിത്രയും താൻ മൂർച്ച കൂട്ടി വെച്ച വാളാണ് ഇന്ന് തനിക്ക് നേരെ തിരിഞ്ഞുകുത്തിയത്. അത് അവരെ നന്നായി തന്നെ ചൊടിപ്പിച്ചു. അല്ലെങ്കിലും പെറ്റവയറിന്റെ ദണ്ണ മനസ്സിലാക്കാതെ നീയൊന്നും ഇങ്ങനെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ലടാ. അവർ ജിത്തുവിനെ നോക്കി അവജ്ഞതയോടെ പറഞ്ഞു. അവന്റെ മുറുക്കിയടച്ച കണ്ണുകൾക്കിടയിലൂടെ ഒരു തുള്ളി കണ്ണുനീർ തലയിണിലേക്ക് ഉതിർന്നു വീണു. എത്ര നോക്കിയിട്ട് എന്തോ ഒരു തടസ്സം കാണിക്കുന്നുണ്ടല്ലോടോ തമ്പി. അയാൾ രാശിപ്പലകയിൽ നോക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ശിവശങ്കരൻ തമ്പിയോടായി പറഞ്ഞതും അത് കേട്ട് അയാൾ അതൊരു വിറയിൽ സൃഷ്ടിക്കാതിരുന്നില്ല. അതെന്താന്ന് വല്ലതും അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ തിരുമേനി? ശിവശങ്കരൻ തമ്പി അയാളെ നോക്കി ആകുലതയോടെ ചോദിച്ചു. എത്ര നോക്കിയിട്ട് ആ തടസ്സം എന്താണെന്ന് മാത്രം അങ്ങോട്ട് മനസ്സിലാവണില്ല. 3 പുരുഷന്മാരുടെ നിഴൽ രൂപ ഉള്ളിൽ തെളിയണതേ. അയാൾ ശിവശങ്കരൻ നോക്കി കാര്യഭാവത്തിൽ പറഞ്ഞു. ഞാൻ അന്ന് എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞല്ലേ ഇനിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. ഞാൻ ഇതുവരെയുള്ള എല്ലാന്നും നല്ല കൃത്യമായി തന്നെയാണ് തിരുമേനി ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് എന്താടോ ഇതിൽ ഇങ്ങനെ കാണിക്കുന്നേ? എങ്ങനെ നോക്കിയാലും 4 പാട്ട് തറവാണ്ട പതനാണല്ലോ കൺമുമ്പിൽ കാണുന്നത്. എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ ഉടനെ തന്നെ അരങ്ങേറുന്നാ തെളിയുന്നത്. അതിന് കാരണമാവുന്നതിൽ ഒരുവൻ തന്റെ രക്തവും. കാര്യങ്ങളുടെ ഇപ്പോഴുള്ള കിടപ്പുവശം വെച്ച് നോക്കിയാണെങ്കിൽ അത് ഇന്ദ്രനാവാനാണ് സാധ്യത. അയാളുടെ വാക്കുകൾ ശിവശങ്കരൻ തമ്മിൽ ഞെട്ടലൊന്നും സൃഷ്ടിച്ചില്ല. അത് താൻ മുന്നേ മനസ്സിൽ കണ്ടിരുന്ന പോലെയാണ് അയാളിലെ മുഖഭാവം. തന്റെ കൊച്ചുമകനായിരുന്നിട്ട് കൂടി അവനും അവന്റെ അച്ഛനും മാത്രം എന്താടോ ഇങ്ങനെയായി പോയത്? അയാൾ ശിവശങ്കരൻ നോക്കി പൂച്ചഭാവത്തിൽ തിരക്കി. അവൻ ഒരുവൻ തനിക്കൊപ്പം ഉണ്ടാകുമായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ എന്റെ മുമ്പിൽ വിരലി പിടിച്ചാണ് പോലെ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇനിയിപ്പോ എന്താ തിരുമേനി ഒരു പരിഹാരം? ശിവശങ്കരൻ ആശങ്കയോടെ തിരക്കി. എന്തായാലും അതിന് ഇതിലും നല്ലൊരു സമയം ഇനി തനിക്ക് കിട്ടാനില്ല ശിവശങ്കര. നാളെ നേരം പുലരുമ്പോ അവൻ 4 പാട്ട ലക്ഷ്മണ ജിതേന്ദ്രൻ എന്ന തന്റെ കൊച്ചുമോൻ അസ്തമിക്കണം. അതുവരെയുള്ള കാര്യങ്ങൾ അത്രയും ശ്രദ്ധയോടെ വേണം നീക്കാൻ. ഇല്ലാച്ചാ ഇനി നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായി എന്ന് വരില്ല. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് അതൊരിക്കലും സംഭവിക്കില്ല. ശിവശങ്കരൻ തമ്പി ഉറപ്പ് നൽകി. അങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ. അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കോളാൻ പറഞ്ഞേക്കാൻ അതിനോട്. ഇന്നത്തെ പൂജയോടെ ഇന്ദ്രൻ എന്ന വെല്ലുവിളി അവസാനിക്കും. അത് കഴിഞ്ഞാ പിന്നെ ബലി ഒട്ടും വൈകിച്ചൂടാ. ഇനിയും വൈകിയ അതൊരു പക്ഷേ തന്റെ ജീവഹാനിക്ക് തന്നെ കാരണമായി ഭവിച്ചേക്കാം. കാര്യങ്ങളൊക്കെ താൻ പറയാതെ തന്നെ തനിക്കറിയില്ലേ. അവളിപ്പോ ഒരു രക്തരക്ഷസ. ശാന്തമായ അവളുടെ ആത്മാവിനെ അങ്ങനെയാക്കി തീർത്ത് താനാ. അതിന്റെ പക അവളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പൂജ മംഗളകരമായി കഴിയണമെങ്കിലും അവൾ തന്നെ കനിയണം. അതിന് കഴിയാതെ വന്നാ പിന്നെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടാവില്ല ശിവശങ്കര. അതെനിക്കറിയാൻ തിരുമേനി. ശിവശങ്കരൻ തമ്പി ഒരു നിമിഷം കണ്ണുകളടച്ച് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അയാളുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. ഈ കഴിഞ്ഞ ഇത്രയും കാലം അവൾ എന്റെ ചോൽപ്പടിക്ക് നിന്ന് അവളുടെ ദാഹം ഞാൻ കൃത്യമായി തീർത്തുകൊണ്ടാണെന്ന് അറിയാം. ഇത്തവണ അല്പമൊന്ന് വൈകിയെന്ന് സത്യമാ. പക്ഷേ ഇനിയില്ല.
തമ്പിയുടെ ചുണ്ടുകളിൽ ഒരു കുടിലമായ പുഞ്ചിരി വിടർന്നു. വിനാശകാലേ വിപരീത ബുദ്ധി. അതുമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ നെടുവീർപ്പെട്ടു. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഇനി നടക്കാനുള്ളത് നടക്കും. എത്രയും പെട്ടെന്ന് അനന്തനോട് കാര്യങ്ങൾ നീക്കാൻ പറഞ്ഞു. ഒന്നുറപ്പിച്ചോ, തേതിയുടെ കോപം മതിരി വിട്ടാ പിന്നെ ഈ ഞാൻ വിചാരിച്ചാലും അവളെ കുടിയിരുത്താനാവില്ല. അയാൾ ശിവശങ്കരനെ ഓർമ്മപ്പെടുത്തി. എല്ലാം താൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി താൻ ഈ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം മുഴുവൻ ഒരു പിടി ചാമ്പലാവാൻ. അത് ഓർമ്മ വേണം. തിരുമേനി മുന്നറിയിപ്പെന്നാണ് ഒന്നുകൂടി വ്യക്തമാക്കി. ഒരിക്കലുമില്ല തിരുമേനി, ഈ ശിവശങ്കരൻ തമ്പി തോൽക്കാൻ വേണ്ടി ഒരു കളിക്ക് ഇറങ്ങിയിട്ടില്ല. ദാ ഈ മരുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ദ്രന് കൊടുക്കണം. ഒരൊറ്റ മൂല്യ. മുന്നോട്ടുള്ള യാത്രകൾ സുഖകരമായി മാറണമെങ്കിൽ മുന്നിലെ തടസ്സങ്ങൾ ഓരോന്നായി നമ്മുടെ പക്ഷത്തേക്ക് ചേർക്കണം. അതിൽ ആദ്യത്തേത് അവനാ, തന്റെ ഇന്ദ്രൻ. ഇന്നത്തെ ആ പൂജ അവസാനിക്കുന്നവരെ മാത്രമേ നമുക്കിതിനെ കൊണ്ടുള്ള ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ എല്ലാം നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കും. അയാൾ വക്രിച്ച ചിരിയോടെ പറഞ്ഞു. ശിവശങ്കരൻ തമ്പി അത് വേഗം തന്നെ കൈനീട്ടി വാങ്ങി. എന്നാ താൻ പോയിക്കോ, ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ ഞാൻ അറിയിച്ചോളാം. ഓ ആയിക്കോട്ടെ. ശിവശങ്കരൻ തമ്പി അതും പറഞ്ഞുകൊണ്ട് ഒരു ചുരുട്ടെടുത്ത് അയാളുടെ മുന്നിലിരിക്കുന്ന തളികയിലേക്ക് വെച്ചുകൊണ്ട് എഴുന്നേറ്റു. പിന്നെ ഇന്നത്തെ പൂജയ്ക്ക് എന്തെങ്കിലും തരത്തിലൊരു വിഘ്നം സംഭവിച്ച അറിയാലോ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുന്നു. പിന്നീട് എല്ലാം മടക്കി കെട്ടി മരണം കാത്ത് കിടക്കണം തനിക്ക്. എങ്ങനെ നോക്കിയാലും മരണം അത് സുനിശ്ചിത. അത് ഇപ്പൊ ആരുടെ അടുക്കൽ നിന്നെന്ന് മാത്രം അറിഞ്ഞാ മതി. അയാൾ മുന്നറിയിപ്പ് നൽകിയതും ശിവശങ്കരൻ അതിനും തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഇയാൾ പോയിക്കോ, ഞാൻ ഒറ്റ കുളിച്ചോളാം. ആൾ തനിക്ക് മാറാനുള്ള വസ്ത്രങ്ങൾ ഓരോന്നും മറപ്പുരയിൽ കൊണ്ടുവച്ച് തിരികെ വരുന്നവനെ നോക്കി പറഞ്ഞു. അതെന്ത് പറച്ചിലാടി ബൊമ്മി, നിന്നെ ഒറ്റയ്ക്കിവിടെ നീരാളം വിട്ടിട്ടേ തിരികെ പോവാനും മാത്രം അത്രയ്ക്ക് കണ്ണീസോര ഇല്ലാത്തവനാണോടി നിന്റെ ഈ നാഥൻ? അവൻ അവിടെ അടുത്തേക്കുള്ള പടവുകൾ ഓരോന്നായി ഇറങ്ങുന്നതിൽ തിരക്കി. അല്ല, ഇതേ ചോര അല്പം കൂടിപ്പോയതിന്റെ കുഴപ്പാ. അതിപ്പോ ഇത്തിരി കൂടിപ്പോയാൽ എന്താടി, നീ നിനക്ക് കഴിവിധം കുടിച്ചു വറ്റിക്കുന്നുണ്ടല്ലോ. അവൻ അവൾക്കരികിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ തന്നെ നോക്കി കണ്ണുരുട്ടി. ഇങ്ങനെ കണ്ണുരുട്ടി നോക്കാതെ എന്റെ കുഞ്ഞമണി വന്നേ, നമുക്ക് കച്ച ചുറ്റണ്ടേ? അവൻ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി എഴുന്നേറ്റതും അവളുടെ കണ്ണുകളൊന്ന് പുറത്തോട്ട് തള്ളി. എന്താ? അവൾ കണ്ണു മിഴിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാ നിനക്ക് കുളിക്കണ്ടേ? തന്നെ മിഴിച്ചു നോക്കിയിരിക്കുന്നവളോടായി മേഘൻ ചോദിച്ചു. അതിന് ഇയാളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ആൾ അവനെ കണ്ണു ഉറപ്പിച്ച് നോക്കി. പിന്നെ നീ എങ്ങാനും ഉരുണ്ട് വീണ എന്ത് ചെയ്യുന്ന? അവൻ ചോദിച്ചുകൊണ്ട് തോളിൽ കിടന്ന തോർത്ത് അവിടെയുള്ള പടവിലേക്ക് ഇട്ടു. വീഴുമ്പോഴല്ലേ, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഇയാൾ പോവാൻ നോക്കി. അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് മറപ്പൊരു ലക്ഷ്യം വെച്ച് നടന്നു. എന്തോന്ന് എടേടി, നീ ഇതും പറഞ്ഞത് എങ്ങോട്ടാണ് ഈ തത്തി പോണേ? അവൻ ചോദിച്ചുകൊണ്ട് ആൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. എന്ത് കഷ്ടം, ഒന്ന് സമാധാനത്തോടെ കുളിക്കാനും സമ്മതിക്കില്ലേ? ആൾ തന്റെ വഴി തടഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ചൊടിയോടെ ചോദിച്ചു. ഇല്ല, തീരെ ഇല്ല. ഇങ്ങനെ നിന്ന് ചോദ്യം ചെയ്യാതെ എന്റെ യക്ഷിക്കുഞ്ഞിങ് വന്നേ, നാഥൻ സഹായിക്കാം. അവനവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് മറപ്പൊരു ലക്ഷ്യം വെച്ച് നടന്നു. ഞാൻ പറയുന്ന കേൾക്ക്, എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന്. ഇനിയിപ്പോ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. ഉണ്ടാവില്ല. ഉണ്ടായാൽ എന്ത് ചെയ്യും? എന്റെ ഭാര്യയെ വെച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്കാകെയുള്ളൊരു യക്ഷിക്കുഞ്ഞാണേ. അവൻ പറഞ്ഞുകൊണ്ട് അവളുമായി മറപ്പുരയിലേക്ക് കയറി. നാഥാ, അവൾ ദയനീയമായി വിളിച്ചു. എന്തോ? അവൻ അവളെ താഴെ നിർത്തിക്കൊണ്ട് വിളി കേട്ടു. എന്നെ ഇങ്ങനെ താഴത്തും തറയിലും വെക്കാതെ കൊണ്ടെടുക്കാൻ മാത്രം എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇയാൾ കുറച്ച് ഓവറാട്ടോ. അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് അങ്ങനെയൊക്കെ തോന്നൂടി, നീ ബോധമില്ലാതെ അതിൻ്റെ ഉള്ളിൽ കിടന്നപ്പോ. അവൻ പറയാൻ തുടങ്ങിയതും ആളുടെ കൈ അതിനെ തടയിട്ടുണ്ട് അവന്റെ വായ മൂടി. ഇതിപ്പോ എത്രാമത്തെ തവണയാണെന്നറിയോ ഞാൻ ഇതേ കാര്യം കേൾക്കുന്നേ? പറയുന്ന ഇയാൾക്ക് ബോറടിക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന എനിക്ക് നന്നായി തന്നെ ബോറടിക്കുന്നുണ്ട്. ആൾ അവന്റെ വായ മൂടിയെ കൈ പിൻവലിക്കാതെ അവനോട് ചുണ്ടി വിളിക്കി പറഞ്ഞു. നിനക്ക് ബോറടിക്കടി, നിനക്കിങ്ങനെ ബോധം കെട്ട് കിടന്നാൽ മതിയല്ലോ, അനുഭവിച്ച മൊത്തം ഞാനല്ലേ. അവൻ പറയുന്നതിനൊപ്പം ആളിട്ടിരിക്കുന്ന വസ്ത്രം അഴിച്ച് മാറ്റാൻ തുടങ്ങി. ഇയാളുടെ വർത്താനം കേട്ടാ തോന്നും എനിക്ക് ഇതന്നെയാ പണിയെന്ന്. ആൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞ സത്യം. എനിക്കിങ്ങനെ ഓരോ പണികളായിട്ട് വരുന്നല്ലേടി നിന്റെ പ്രധാനപ്പെട്ട പണി അല്ലടി ഭൂമി. അവൻ പറഞ്ഞുകൊണ്ട് ആൾക്ക് മാർക്കച്ച ചുറ്റിക്കൊടുത്തു. അവൾ ഇങ്ങോട്ട് കാലെടുത്ത് വെച്ച് തന്നെ എനിക്ക് പണി തരാനാ യക്ഷി. അവൻ പറഞ്ഞുകൊണ്ട് അവളെ കയ്യിലേക്ക് ഓരിയെടുത്തു. ഞാൻ എന്നെ കുളിപ്പിക്കണ്ട, ഞാൻ താഴെ വെക്കണോ?
അവന് ആ വർത്തമാനം കേട്ടതും ആളോ എന്റെ കയ്യിലിരുന്ന് കുതറി. ദേ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോ, എല്ലിൽ തേന്മാവിൻ കൊമ്പത്ത് സിനിമയിലെ പോലെ നമ്മൾ രണ്ടും കൂടി ഉരുണ്ട് വരണ്ട് വെള്ളത്തിൽ കിടക്കും. അതിൽ പിന്നെ പ്രതിഫലം എന്നോണം ലാലേട്ടനൊരു മുത്തുകാവ്യെങ്കിലും കിട്ടി. നിന്നിൽ നിന്ന് ഞാൻ അതുപോലും പ്രതീക്ഷിക്കുന്നില്ല. അവൻ അവളെ നോക്കിയൊരു താളത്തിൽ പറഞ്ഞു. അവളെന്റെ തോളിൽ അമർത്തി ഒരു കടി കൊടുത്തു. ഒരു കൊളക്കടവ് റൊമാൻസ് അടക്കേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിലും അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഇതേണ്ടേ ഇതുപോലെ കടിച്ചു പറയും ചോരൊടിക്കലും മാത്രമേ കാണൂ, അല്ലടി? അവന് ദീർഘനിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആളുമായി ഓരോ പടവുകളായി ഇറങ്ങിക്കൊണ്ടിരുന്നു. അതിനൊക്കെ ഒപ്പമുള്ള ആളുകൂടി നന്നായിരിക്കണം. ഇത് നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് റൊമാൻസ് അല്ലേ വരുന്നത്, വേറെ പലതുവാ. ആളവനെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയേണ്ട പോലെ. ഇങ്ങനെ ഞാൻ താങ്ങിക്കൊണ്ട് നടക്കുമ്പോഴാണ് നിനക്ക് ഈ വക ആഗ്രഹങ്ങളൊക്കെ പൊട്ടി മുളക്കുന്നേ. അവൻ അവളുമായി പടവിലേക്ക് ഇരുന്ന് അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. ഇയാൾ എന്നിട്ട് അധികം അങ്ങ് താങ്ങല്ലേ, അവസാനം നടുവിടിഞ്ഞ് കിടക്കേണ്ടി വരും. ആളവൻ അടപടലം പുച്ഛിച്ചു. അല്ലെങ്കിലും നിനക്കെന്നെ തല്ലാനും കൊല്ലാനും മാത്രമല്ലേ വേണ്ടൂ. ഇതുവരെ എന്നെ ഒന്ന് തലോടാൻ വേണ്ടി നിന്റെ കൈ ഉയർന്നിട്ടുണ്ടോ? അവൻ അവൾ നോക്കി ചുണ്ടി വിളിക്കി. ഞാൻ തലോടിയില്ലെങ്കിൽ എന്താ, ഇയാളത് നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവൾ തന്റെ ഇടതുകൈയിലൂടെ മുകളിലേക്ക് കഴിയുന്ന അവന്റെ കയ്യിലേക്ക് കണ്ണാണിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഒരു ആശുപത്രിവാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഭൂമി കുഞ്ഞാക്കി അങ്ങ് ക്ഷീണിച്ചു പോയി കേട്ടോ. അവനവൾ ഇടുപ്പിൽ പിടിച്ചൊന്ന് പൊക്കിയിരുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞു. ഉവ്വോ. ആൾ നെറ്റി വിളിച്ചുകൊണ്ട് കാര്യഭാഗത്തിൽ തിരക്കി. പിന്നില്ലാണ്ട് പോയപ്പോ നല്ല സൂചി കോതം പോലെ ഇരുന്നതാ, ഇപ്പതോണ്ട് ഉണക്കലരി പോലെയായി. അവനവളുടെ തോളിനെ മറച്ചിടുന്നിരുന്ന മുടി പുറകിലേക്ക് തഴുകി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ആണോ? ആൾ കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു. അവനവളുടെ കഴുത്തിലെ മാലിൽ വിരൽ ചുഴറ്റിക്കൊണ്ട് മൂളി. സാരല്ല കേട്ടോ, എനിക്ക് ഉണക്കലരിയാ ഇഷ്ടം. ആളവനെ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. നിക്ക് പക്ഷേ സൂചി കോതമ്പും മതി. അവൻ പറഞ്ഞുകൊണ്ട് ആ മാറിലൊന്ന് ചുഴറ്റി വിളിച്ചവും അവൾ അവനരിയിലേക്ക് ആഞ്ഞുപോയി. അതെ, ഇവിടെ ഇങ്ങനെ വെയിലാത്തിരിക്കാനാണോ കുഞ്ഞിത്തമ്പുരൻ നെയിം ബുക്കിംഗ് വന്നേ? ആൾ തന്നെ മൂക്കിൽ മുത്താൻ വരുന്നവനെ ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല. അവനോട് ആ ഇടതുകൈ പിടിച്ചെടുത്ത് അതിനെ തോളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലേ ഇങ്ങനെ മൈദമാവ് ഒരു ഒട്ടി വരാതെ തന്നെ ഒന്ന് കുളിപ്പിക്കടോ പുറത്തു. ആളവനെ താണിയിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു. എടി ഭാര്യേ. അവനവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. നമുക്ക് ഈ കഴുത്തി കിടക്കുന്ന കുഞ്ഞി മാലക്ക് കൂട്ടായി ഒരു 5 പവന്റെ താലിമാല ഉരുത്തിടണ്ടേ? അവൻ അതേ പതിഞ്ഞ ശബ്ദം തിരക്കി. അതൊക്കെ കുറച്ച് കൂടുതലല്ലേ? എന്നാ 4. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർക്കാൻ പോയതും അവൾ പുറകിലേക്ക് വലിഞ്ഞു. ഞാനൊന്ന് അളവെടുക്കട്ടെടി. അവൻ അവളെ നോക്കി ചുണ്ടി വിളിക്കൊണ്ട് പറഞ്ഞു. അളവെടുത്ത് പണിയാനത് പട്ടിച്ചങ്ങനെയൊന്നുമില്ലല്ലോ, അല്ലാണ്ട് പണിയാണെങ്കിൽ ഞങ്ങൾ പണിഞ്ഞാ മതി. ആൾ അവനെ നോക്കി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പട്ടിച്ചങ്ങലയല്ല, ആനച്ചങ്ങല. അവൻ അവളെ നോക്കി പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്ത് തന്റെ മടിയിൽ നിന്ന് താഴെയുള്ള ഒരു പടവിലേക്ക് ഇരുത്തി. മനുഷ്യനൊന്ന് മൂടായി വന്നപ്പോഴേക്കും അവളുടെ കോപ്പിലൊരു ചൊറിയ വർത്താനം. അവൻ അവിടുന്ന് എഴുന്നേറ്റ് കൊടുത്തിരുന്ന മുണ്ടെന്ന് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ആ ദേവേന്ദ്രനെ പോലുള്ളവനൊക്കെ കിട്ടിയോന്നായിട്ട് കിട്ടിയിരുന്നടി യക്ഷി. ഒരു റൊമാൻറ്റിക് സീന് നീ കണ്ണിലും മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കണമായിരുന്നു. അവനാളെ നോക്കി കണ്ണുരുട്ടി. അയ്യേ, അതിയാണ് റൊമാൻറ്റിക് ആയതാണോ? പറയണ്ടേ. അവൾ അവനെ നോക്കി ചിരിയൊതുക്കി. നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് നീരാനടി യക്ഷി, ഞാൻ പോണു. അവൻ പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. അവളുടെ അമ്മൂമ്മയുടെ ഒരു ചൊറിച്ചില്. ഇനി എന്റെ പട്ടിയൊരു യക്ഷി നിന്നെ കുളിപ്പിക്കാൻ. അവൻ മുറിമുറുത്തുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. അപ്പൊ ഞാൻ വീണാലോ? പുറകിൽ നിന്ന് അവിടെ ശബ്ദമുയർന്നു. നീയൊക്കെ വീണാലും 4 കാലിലേ വീഴൂ. അവൻ തിരിഞ്ഞോക്കാതെ പറഞ്ഞുകൊണ്ട് നടന്നു. എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. അവൾ ചിരിയൊതുക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അതൊന്നും യക്ഷികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ? അവൻ വിളിച്ചു പറഞ്ഞു. എന്നെ ഒറ്റക്കാക്കി പോവില്ലേ താത്ത? അവളുടെ പരിഭവത്തോടെയുള്ള വാക്കുകൾ കാതിലേക്ക് എത്തിയതും അവന്റെ കാലുകൾ ഒരു നിമിഷം മുന്നോട്ട് ചലിക്കാൻ മറന്നുകൊണ്ട് നിന്നുപോയി. അത് കണ്ടതും അവളുടെ ചുണ്ടുകൾ ഒരു കുസൃതി ചിരി പൊഴിച്ചു. അവനവളെ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോട് ചുണ്ടും ചുളുക്കിയിരിക്കുന്നവളെ കാണെ അവന് നെഞ്ചൊന്ന് താളം തെറ്റി മിടിച്ചു. ഇനി തർക്കുത്തരം പറയൂടി. ആൾ വേഗം ഇല്ലെന്ന പോലെ വിലങ്ങനെ തലയാട്ടി. ഓഹ്, എന്താ മുഖത്ത് ഓമനത്വം. ആനകളുടെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചിട്ട് കണ്ണ് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കൈ നനയില്ലേ? ആൾ തന്നെ മുറി പറ്റിയ കൈ കാണിച്ചുകൊണ്ട് അവനോട് തിരക്കി. നനയില്ല പറഞ്ഞുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ആ ഭാഗവൻ പൊതിഞ്ഞിട്ടി കൊടുത്തു. പയ്യെ. ആൾ അവനെ നോക്കി പേടിയോടെ പറഞ്ഞു.
ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ നിനക്ക്? അവൻ കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ ആള് നോക്കി ചോദിച്ചു. ആളൊന്ന് മുഖം ചുളിച്ചുകൊണ്ട് മൂളി. എങ്ങനെ വേദനിക്കാണ്ടിരിക്കും? നീ പറയുന്ന കണക്കല്ലേ വരഞ്ഞിട്ട് പോയത്? അവൻ ആ നിമിഷം ഓർത്തെന്ന പോലെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന മഞ്ഞൾ വെളിച്ചെണ്ണ എടുത്ത് ആളുടെ ദേഹത്ത് പുരട്ടി കൊടുത്തു. പയ്യത്തേക്ക് ഇങ്ങനെ വെച്ച അമർത്ത ഞാൻ കുട്ടിശങ്കരനല്ല. അവന്റെ തഴമ്പിച്ച കൈകളുടെ കാഠിന്യം അറിഞ്ഞും അവൾ അവനെ നോക്കി പറഞ്ഞു. പഞ്ഞിമിഠായി പോലെ ഇരിക്കാൻ നിന്നോടാരാ പറഞ്ഞു? അവൻ ചോദിച്ചുകൊണ്ട് ആളുടെ തലയിൽ കാച്ചെണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഇയാളെ പോലെ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി ഉണ്ടാവോ? ആൾ കണ്ണുകളടച്ച് അത് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടത് അവൻ മസാജ് നിർത്തി. സോറി ഇനി ഞാൻ മിണ്ടില്ല. ആള് നോക്കി കണ്ണുരുട്ടുന്നവനെ നോക്കി ആൾ ചുണ്ടത്തെ വിരൽ വെച്ച് കണ്ണുരുക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് ഈട്ടി മൂളിക്കൊണ്ട് തന്റെ പ്രവൃത്തി തുടർന്നു. കണ്ണടച്ചിരുന്ന് ഉറങ്ങാതെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കടി കുഞ്ഞമണി. അവൻ പറഞ്ഞുകൊണ്ട് തലയിൽ തേച്ച് ബാക്കി വന്ന എണ്ണ ഒന്നാകെ അവളുടെ മുഖത്തേക്ക് തേച്ചു കൊടുത്തു. അതുവരെ ആ മസാജ് ആസ്വദിച്ചിരുന്നവൾ അവന്റെ ആ പ്രവൃത്തിയിൽ അവനെ ചെറഞ്ഞു നോക്കി. അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ഒരു പാത്രം നിറയെ വെള്ളമെടുത്ത് അവളുടെ തലവഴി ഒഴിച്ചു കൊടുത്തു. ആ തീരെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അവളൊന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ നിമിഷം തന്നെ അടുത്ത പാത്രം വെള്ളവും അവളുടെ തലവഴി ഒഴുകി ഇറങ്ങിയിരുന്നു. ഓരോ പ്രാവശ്യവും തലവഴി വെള്ളം വീഴുമ്പോഴും അവൾ തന്റെ കണ്ണുകൾ അതുപോലെ ഇറുക്കി അടച്ച് തുറന്നു. ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പോലെ അത്രയും ശ്രദ്ധയോടെയാണ് അവൾ ഓരോന്നും ചെയ്തു കൊടുത്ത്. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഇമവെട്ടാൻ മറന്നുകൊണ്ട് അവന്റെ മുഖത്തിനെ തറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ചൊറിയഞ്ചേരിയെ മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ദേവി. ചില നേരത്ത് തോന്നും ഇതുപോലൊരു പഞ്ചാരക്കുഞ്ചി ലോകത്ത് വേറെ ഇല്ലാന്ന്. ചില നേരത്ത് നല്ല അസല് ചൊറിയഞ്ചേനയുടെ സ്വഭാവം കാണിക്കും. ഇപ്പോഴും ഇതുപോലൊരു മര്യാദരാമിനി ഈ ഭൂമിയിൽ വേറെ ഇല്ലാത്ത പോലെ എങ്ങനെ പെരുമാറുന്നു. ആൾ കുസൃതികൾ ഏതുമില്ലാതെ തന്നെ കുളിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധയിരിച്ചുകൊണ്ട് ആ പണി വൃത്തിക്ക് ചെയ്യുന്നവനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിച്ചു. ഇങ്ങനെ നോക്കലേടി മാരി ഞാൻ വെന്തുവോ? അവളുടെ നനഞ്ഞൂട്ടിയ തലമുടി തോർത്തി കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയിൽ അവനെ വട്ടം കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ വയറിൽ മുഖം അമർത്തി അങ്ങനെ ഇരുന്നു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി അവന്റെ കണ്ണുകളെ ഒന്ന് വികസിപ്പിച്ചെങ്കിലും അടുത്ത നിമിഷം ഒരു ചിരിയോടെ കയ്യിലെ തോർത്ത് അവളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവളുടെ മുടി ഒന്നാകെ അവൻ തോർത്തി കൊടുത്തു. നാഥാ. ഓ. ആ പതുങ്ങിയുള്ള വിളികൾക്ക് ഒരു ചിരിയോടെ അവൻ തിരികെ വിളികേട്ടുകൊണ്ട് അവളെ കൈകളിലേക്ക് കോരിയെടുത്തു. അതേ, ഇപ്പൊ എനിക്കൊന്ന് റൊമാൻസിച്ചാ കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. ആളവന്റെ മുന്നിലേക്ക് വീണെടുക്കുന്ന മുടി ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. സത്യം? അവനവളെ നോക്കി കണ്ണുപിടുത്തിക്കൊണ്ട് ചോദിച്ചു. സത്യം. ആളവന്റെ താടിയിൽ പിടിച്ച് വലിച്ചു. എന്നാലേ ഇപ്പൊ തൽക്കാലം എന്റെ കുഞ്ഞമ്മണി അങ്ങനെ റൊമാൻസിക്കണ്ട. ഇത്രയും ദിവസം ഞാൻ പറഞ്ഞു വന്നപ്പോൾ അവൾക്ക് പറ്റിയില്ല. എന്നിട്ടിപ്പോ കയ്യും കീറി വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് റൊമാൻസിക്കണം. നീ അങ്ങനെ ഇപ്പൊ റൊമാൻസിക്കണ്ട യക്ഷി. അവൻ അവളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറപ്പൊരു ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. അവന്റെ ആ സംസാരം കേൾക്കെ അവൾ ആദ്യം ഒന്ന് കണ്ണു മിഴിച്ചെങ്കിലും അടുത്ത നിമിഷം അവന്റെ തോളിലേക്ക് അമർത്തി കടിച്ചുകൊണ്ട് തന്റെ ദേഷ്യം തീർത്തു. കടിക്കില്ലടി, നിനക്ക് ഇത്രക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ സഹകരിക്കാം. അവൻ നടക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. പട്ടി. അവന്റെ സംസാരം കേൾക്കെ അവൾ ചീറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.